ഇപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിനും സൗഖ്യത്തിനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതാണ് ഭാവം എന്ന് പറയുന്നത്. ആ വാക്കുകൾ വെറുതെ ഉച്ചരിക്കല്ല, നമ്മൾ അത് ഭാവാത്മകമായിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ, പറയുന്നതെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് വണ്ണസിലായി. പ്രാർത്ഥന അത് പലപ്പോഴും നമ്മൾ ദൈവവുമായിട്ട് ഡയറക്റ്റ് ഒരു കണക്ഷനായിട്ടാണ് നമ്മൾ കാണുക. അപ്പോൾ കോസ്മിക് പ്രെയർ അങ്ങനെയാണോ, അല്ലെങ്കിൽ പ്രാപഞ്ചിക ശക്തിയുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കണക്ഷനാണോ കോസ്മിക് പ്രെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ പ്രാർത്ഥനയെ പറ്റി, പ്രയറിനെ പറ്റി പറയുമ്പോൾ തന്നെ സാധാരണ പറയാറുണ്ട്, പ്രാർത്ഥന ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ ധ്യാനത്തിലേക്ക് വരുമ്പോൾ ദൈവം സംസാരിക്കുന്നതിനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് സാധാരണ പറയാറുണ്ട്. അപ്പോൾ ദൈവത്തോട് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഭാഷയിൽ പറയണം എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ പറയുന്നത് പലപ്പോഴും നമ്മുടെ ഭാഷയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഭാഷയിൽ ദൈവത്തിനൊരു ഭാഷയുണ്ടോ? ദൈവത്തിന്, അല്ലെങ്കിൽ ദൈവത്തിനല്ല, മനുഷ്യരുടെ ഭാഷയെല്ലാം മനുഷ്യന്മാർ ക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ? അപ്പം പ്രാർത്ഥന മനുഷ്യരുടെ ഭാഷയിലായി ആവുമ്പോൾ ദൈവം അത് കേൾക്കുമോ എന്നെല്ലാം നമ്മളെ സംശയം ഉണ്ടാവും. എന്നാൽ നമുക്കറിയാം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ചുറ്റുപാടുള്ള ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല പ്രാർത്ഥനകളും ആൻസർ ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റാറുണ്ട് അല്ലേ? ഉത്തരം. ഇവിടെ എന്താണ് പ്രാർത്ഥന ആൻസർ ചെയ്യുക? അതിന് നമ്മൾ പറയുന്ന ഒരു വാക്ക് മാനിഫെസ്റ്റേഷൻ അല്ലേ? നമ്മുടെ ആഗ്രഹം, മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. നമ്മൾ എന്താണോ നമ്മൾ മനസ്സിൽ വിചാരിച്ചത്, നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചത്, അതുപോലെ സംഭവിക്കുന്നതിനാണ് നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ പല പ്രാർത്ഥനകളും മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ പലപ്പോഴും നമ്മളത് നമ്മുടെ ഭാഷയിലായിരിക്കും പറയുന്നുണ്ടാവുക. അവിടെ സർവജനീനമായ ഒരു ഭാഷ അതിനുള്ളിൽ, അതാണ് ഭാവം എന്ന് പറയുന്നത്. നമ്മുടെ ഭാവം, നമുക്ക് നല്ല ഭാവത്തിലാണ് നമ്മൾ ഏത് ഭാവത്തിലാണ് ഇരിക്കുന്നത്? നമ്മൾ രോഗത്തിൻ്റെയും വിഷാദത്തിൻ്റെയും ഭാവത്തിലാണെങ്കിൽ പലപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക രോഗവും വിഷാദവും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് ഭാവത്തിലാണ് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ വിഭാവനം ചെയ്യുന്ന അവസ്ഥ, അതിൻ്റെ വിഷ്വൽ ഫോംസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ, അതിലുള്ള വാക്കുകൾ നമുക്ക് എന്താണോ സംഭവിച്ച് തീരേണ്ടത് ആ ഒരു വൈബിലുള്ളതാക്കി മാറ്റുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ചും കൂടി നമുക്കത് എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അതേപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ അതിന് 3 അവസ്ഥകളെ പറ്റി പറയാറുണ്ട്: ആൽഫ, തീറ്റ, ഡെൽറ്റ. നമ്മൾ സാധാരണ അവസ്ഥയിൽ, നമ്മൾ ജീവിക്കുന്ന സാധാരണ അവസ്ഥയിൽ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ ബീറ്റ ലെവലാണ്. പ്രസന്റിൽ ജീവിക്കുന്ന അവസ്ഥ ബീറ്റ ലെവലാണ്. നമ്മൾ ധ്യാനത്തിലേക്കോ ഉറക്കിലേക്കോ പ്രാർത്ഥനയിലേക്കോ പോകുമ്പോൾ ആ ബീറ്റ ലെവലിൽ നിന്ന് നമ്മൾ ആൽഫയിലേക്കോ അല്ലെങ്കിൽ തീറ്റയിലേക്കോ ഡെൽറ്റയിലേക്കോ ഒക്കെ വരും. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഡെൽറ്റയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കോസ്മിക്കുമായിട്ട് വണ്ണസിലാവുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ മനസ്സിൽ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് ബീറ്റ ലെവലായിരിക്കും. ബീറ്റ ലെവലിൽ ഒരിക്കലും അത് കോസ്മിക്കുമായിട്ട് അത് കണക്ട് ചെയ്യപ്പെടില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഓൾറെഡി നടന്ന നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ മനസ്സിൻ്റെ സ്റ്റേറ്റ് മാറും. അവിടെ ഒരു പുതിയ ഫ്രീക്വൻസി ഉണ്ടാകും. ആ ഫ്രീക്വൻസി നമ്മൾ കോസ്മിക്കുമായിട്ട് അലൈൻ ചെയ്യാൻ എളുപ്പമാണ്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വീട് വേണം, നമ്മൾ വീടിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പല വഴികളും നമുക്ക് അപ്രാപ്യമാണ്. അതിൻ്റെ വഴികൾക്ക് വേണ്ടി, വീട് ഉണ്ടായിത്തീരാനുള്ള വഴികൾക്ക് വേണ്ടി നമ്മൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾക്ക് വീട് ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ വ്യക്തിഭാവത്തിൽ നിന്ന് സമഷ്ടിഭാവത്തിലേക്ക് പോകും. അപ്പോൾ അതിന് കൂടുതൽ വൈബ്രൻ്റ് ആയിരിക്കും മൈൻഡ്. അപ്പോൾ പ്രപഞ്ചശക്തിയുമായിട്ട് നമ്മൾ വണ്ണസിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഭാരതത്തിൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥന ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിനും സൗഖ്യത്തിനും വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതാണ് ഭാവം എന്ന് പറയുന്നത്. ആ വാക്കുകൾ വെറുതെ ഉച്ചരിക്കല്ല, നമ്മൾ അത് ഭാവാത്മകമായിട്ടാണ് ചൊല്ലുന്നതെങ്കിൽ, പറയുന്നതെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് വണ്ണസിലായി തീരും.
അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. നിലവിൽ നമ്മൾ ആൻസർ ചെയ്യപ്പെട്ട നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഗ്രാറ്റിറ്റ്യൂഡോട് പ്രാർത്ഥിക്കുക. പിന്നെ ധ്യാനാത്മകമായിരിക്കുക, കുറച്ച് സമയം നിശബ്ദമായിരിക്കുക. എന്താണ് ആ വൈബ്രേഷൻ? നമ്മൾ പ്രപഞ്ചശക്തിയുമായിട്ട് അലൈൻമെന്റിലാണ് എന്ന രീതിയിൽ നമ്മൾ അല്പസമയം നിശബ്ദമായിരിക്കുന്നു. പിന്നെ നമ്മൾ ആ ഇമോഷൻ റീക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ്? നമ്മൾ ആവശ്യപ്പെട്ട കാര്യം, നമ്മൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെട്ട കാര്യം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ആങ്സൈറ്റി സംഭവിക്കുമോ എന്നുള്ള ആങ്സൈറ്റി ഇല്ല, ഓരോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പവർഫുള്ളായിട്ടുള്ള, നമുക്ക് വിശ്വാസമുള്ള ഒരാളോടാണ്, ഒരു ശക്തിയോടാണ് നമ്മൾ പ്രാർത്ഥിച്ചെന്ന വിശ്വാസത്തോടും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഓൺ ദി പ്രോസസ്സിലാണ് എന്ന ഭാവത്തോടു കൂടിയും നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് കോസ്മിക്കുമായിട്ട് നമ്മൾ അലൈൻ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രപഞ്ചവുമായുള്ള വണ്ണസിൽ, മറ്റുള്ള ആളുകളുമായുള്ള ഹാർമോണിയസ് ആയുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനാണ് കോസ്മിക് പ്രയർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ സാർ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആ ഒരു തത്വവുമായിട്ടാണ് ഈ കോസ്മിക് പ്രയർ ബന്ധപ്പെട്ടിരിക്കുന്നത് അല്ലേ? ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുമായി ബന്ധപ്പെടുന്നത് പോലെ തന്നെ ഞാൻ ആരോടാണോ ആവശ്യപ്പെടുന്നത് അതും ഞാനും ഒന്നാണ്, അത് എൻ്റെ ഭാഗമാണ് എന്ന ഭാവത്തിൽ, ഞാൻ എന്തിനാണോ ആവശ്യപ്പെടുന്നത് അത് ഓൺ ദി പ്രോസസ്സിലാണ്, അത് ഓൺ ദി വേ ആണ് എന്ന വിശ്വാസത്തോടു കൂടി. ഇതെല്ലാമാണ്. ആ വിശ്വാസം വേണം, ആ വണ്ണസ് വേണം, പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടായിരിക്കണം നമുക്ക്. ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ്, ഓൾറെഡി നമുക്ക് ലഭിച്ച കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് നമ്മൾ ഓർമ്മിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് പ്രാർത്ഥന മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നത്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.